കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപകിന്റെ മരണത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ 27-ന് വിധി പറയും. കുന്നമംഗലം 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് 24-ന് ലഭിച്ചു. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജി, ഈ ജാമ്യാപേക്ഷയിൽ വിധി 27-ന് വരുമ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ എന്താണ് ഷിംജിത മുസ്തഫ പറയുന്നത്? അവരുടെ വാദങ്ങൾ എന്താണ്? അജി, പ്രജിൻ, ഇന്ന് കോടതിയിൽ അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ നടന്നത്. ഈ കേസ് ജാമ്യാപേക്ഷ 27-ന് കോടതി പരിഗണിക്കും. 27-നാണ് കോടതി വിധി പറയുക. ഇന്ന് രാവിലെ ഈ കേസിന് വിളിച്ചപ്പോൾ തന്നെ, വാദം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഭാഗം ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽ എവിഡൻസ് സമർപ്പിക്കാനുണ്ട്, അതുകൊണ്ട് കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗം പ്രധാനമായും ആവശ്യപ്പെട്ടത്. കോടതി പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ച് കേസ് ഉച്ചയ്ക്ക് ശേഷമാണ് പരിഗണിച്ചത്. കേസ് പരിഗണിക്കുമ്പോൾ തന്നെ പ്രതിഭാഗം ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി, അതായത് ഷിംജിത ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം അത് കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പ്രധാനമായും ഷിംജിതയുടെ അഭിഭാഷകൻ വാദിച്ചു. അത് തുടർന്ന് തനിക്ക് വലിയ തരത്തിലുള്ള മനോവേദന ഉണ്ടായി, അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമീപനം തന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് ഷിംജിതയുടെ വക്കീൽ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഇതിനെ ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ എതിർക്കുകയാണ്. പ്രധാനമായും ഇതിലെ പോലീസ് റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ വന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. അതായത് സോഷ്യൽ മീഡിയ വഴി പ്രതി ദുരിതവശമായി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങൾ ഒന്നുമില്ല എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ സംഭവത്തിന് ശേഷം പ്രതിയായ ഷിംജിത അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒന്നും തന്നെയും തനിക്ക് നേരിട്ട ദുരനുഭവത്തെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല, പകരം വീഡിയോ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ആയത് ദുരുദ്ദേശത്തോടെ തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാണ് പോലീസിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ശരിയാജി, എന്തായാലും ഏത് രീതിയിലാണ് കോടതി അത് കാണുന്നത്, കോടതി എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് ഈ കേസിൽ വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. പല രീതിയിൽ പല വേർഷനുകളിലൊക്കെ തന്നെ ഇതിനോടകം ചർച്ചയായ ഒരു കേസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കോടതി ഇതിൽ എന്ത് നിരീക്ഷണം നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 27-നാണ് ഈ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.